എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാളെ മഹാസ്കന്ദഷഷ്ഠിയാണ്. സ്കന്ദഷഷ്ഠി ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ പ്രാർത്ഥന ഏതാണ് എന്നും സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ മഹാത്മ്യം എന്താണ് സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. സ്കന്ദഷഷ്ഠി ദിവസം എത്ര തവണ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കണം. ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ ക്ഷേത്രദർശനം ചെയ്യണം. ഭഗവാന് അഭിഷേകം ചെയ്യണം. കാരണം ഭഗവാന് അഭിഷേകപ്രിയനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ദ്രവ്യമാണോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നത് ആ ദ്രവ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ അഭിഷേകം ചെയ്യണം. ഭഗവാനെ പ്രാർത്ഥിക്കണം. വ്രതനിഷ്ഠയിലിരുന്ന് ജപിക്കണം. ആലിൻ്റെ ചുവട്ടിലോ നെല്ലിമരത്തിൻ്റെ ചുവട്ടിലോ ഇരുന്ന് എത്ര തവണ നാമം ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്. നാളത്തെ ദിവസം മഹാസ്കന്ദഷഷ്ഠി. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന രീതിയുണ്ട്. എന്നാൽ തമിഴ്നാട്ടിലൊക്കെ നാളെയും കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ഭഗവാന്റെ വിവാഹവും കൂടി കഴിഞ്ഞിട്ടാണ് വ്രതം അവസാനിപ്പിക്കുന്നത്. 7 ദിവസത്തെ വ്രതമായി തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ചിട്ട് ചെയ്യുക. എന്തായാലും സ്കന്ദഷഷ്ഠി ദിവസത്തിൻ്റെ പിറ്റേ ദിവസം അന്നുകൂടി നിങ്ങൾ നോൺ വെജൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ശുദ്ധമായ ആഹാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഭഗവാന്റെ തിരുകല്യാണമാണ് പിറ്റേ ദിവസം, അതായത് ഷഷ്ഠിയുടെ പിറ്റേ ദിവസം. അന്നെല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അന്ന് നമുക്ക് ഭഗവാന്റെ വിവാഹ വിശേഷങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ ആ ഒരു പൂർത്തീകരണത്തിന് ഭഗവാന്റെ വിവാഹ വിശേഷങ്ങൾ കൂടി കേട്ടു പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ വ്രതം പൂർത്തിയാവുകയുള്ളൂ. നമുക്കിന്ന് സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ മഹാത്മ്യം സ്കന്ദപുരാണത്തിൽ എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. കരുവൂർ എന്ന നഗരത്തെ തലസ്ഥാനമാക്കി രാജ്യഭാരം നടത്തിയ മുചുകുന്ദ ചക്രവർത്തി ഒരു ദിവസം വസിഷ്ഠ മഹർഷിയെ സമീപിച്ചിട്ട് സ്കന്ദവ്രതം അനുഷ്ഠിക്കേണ്ടുന്ന വിധിമുറകൾ എപ്രകാരമാണ് എന്ന് ചോദിക്കുകയാണ്. മുചുകുന്ദ ചക്രവർത്തിയുടെ അപേക്ഷ ചെവിക്കൊണ്ട വസിഷ്ഠമുനി ഇപ്രകാരം ഉപദേശിച്ചു. വാരവ്രതങ്ങളിൽ വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും ഉത്തമം. മുമ്പൊരിക്കൽ ഭഗീരഥൻ എന്ന ചക്രവർത്തിക്ക് ഘോരൻ എന്ന രാക്ഷസന്റെ ആക്രമണത്തിൽ തൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ശുക്രാചാര്യരുടെ ഉപദേശം അനുസരിച്ചിട്ട് ഭഗീരഥ ചക്രവർത്തി സ്കന്ദമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ച് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുകയും വെള്ളിയാഴ്ച പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ഉപവാസം അനുഷ്ഠിച്ച് അദ്ദേഹം മുരുകനെയാണ് ഭജിച്ചത്. ഇപ്രകാരം 3 വർഷക്കാലം ഏകാഗ്രമായ മനസ്സോടുകൂടി സ്കന്ദദേവനെ ധ്യാനിച്ച് വ്രതം അനുഷ്ഠിച്ച ഭഗീരഥന് സർവേശ്വരൻ ദർശനം അരുളുകയും മുരുകപ്പടയെ നിയോഗിച്ച് ഘോരൻ എന്ന രാക്ഷസനെ വധിക്കുകയും ഭഗീരഥൻ്റെ രാജ്യം അദ്ദേഹത്തിന് വീണ്ടെടുത്ത് കൊടുക്കുകയും ചെയ്തു. സപ്തമഹർഷികളിൽ ശ്രേഷ്ഠനായി ശോഭിക്കുവാൻ ആഗ്രഹിച്ച നാരദമുനി ഗണപതിയുടെ നിർദ്ദേശപ്രകാരം കാർത്തികേയ നക്ഷത്ര വ്രതം അനുഷ്ഠിച്ച് മുരുകദേവനെ പ്രാർത്ഥിച്ചു. ഭരണി നക്ഷത്രത്തിൽ ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുകയും കാർത്തിക നാളിൽ അതിരാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രങ്ങൾ ധരിച്ച് സ്കന്ദനെ യഥോചിതം അർച്ചിച്ച് ആരാധിച്ച് സ്കന്ദപുരാണം ഭക്തിപൂർവം പാരായണം ചെയ്ത് തീർത്ഥം മാത്രം സേവിച്ച് രാത്രികാലം മുഴുവനും ധ്യാനിച്ച് അടുത്ത ദിവസം രാവിലെ ഈശ്വര പൂജകൾ ചെയ്ത്
സജ്ജനങ്ങളുമൊത്ത് പാരണ വീടി 12 വർഷക്കാലം നാരദമുനി മുരുകദേവനെ ആരാധിച്ചു. കരുണാമയനായ സ്കന്ദൻ പ്രത്യക്ഷപ്പെട്ട് സപ്തർഷികളിൽ ശ്രേഷ്ഠൻ എന്ന പദവി നൽകി ബ്രഹ്മർഷിയായ നാരദമുനിയെ അനുഗ്രഹിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട വ്രതമുള്ളത് സ്കന്ദഷഷ്ഠി വ്രതമാണ്. മുമ്പൊരിക്കൽ 33 കോടി ദേവന്മാരും 48,000 താപസ ശ്രേഷ്ഠന്മാരും മറ്റ് ആകാശലോകവാസികളും ശത്രുക്കളാലും മറ്റും പീഡിപ്പിക്കപ്പെട്ട് തങ്ങളുടെ ദുഃഖങ്ങൾ പരിഹരിക്കുന്നതിനായി ബ്രഹ്മദേവനെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. ദേവന്മാരെ, നിങ്ങളുടെ ദുഃഖങ്ങളും മനസ്സിൻ്റെ പ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ സ്കന്ദഷഷ്ഠി വ്രതം യഥാവിധി ഭക്തിയോടുകൂടി ആചരിക്കണം എന്ന് അരുളി ചെയ്തു ബ്രഹ്മദേവൻ. എന്നിട്ട് ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നതിനുള്ള വിധിമുറകളും ദേവന്മാർക്ക് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തു. ഷഡാനന പൂജ ചെയ്യുന്നതിന് പുണ്യസ്ഥലത്തെ പ്രാപിച്ച ദേവന്മാർ പൂജയ്ക്കാവശ്യമായ സാധനങ്ങളെല്ലാം സംഭരിച്ച് തുലാമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രഥമ ദിവസം മുതൽ ഷഷ്ഠി ദിവസം വരെ നീണ്ടു നിൽക്കുന്ന 6 ദിവസങ്ങളിൽ ശൂരപത്മാസുരനെയും താരകാസുരനെയും നിഗ്രഹിച്ച വേലായുധ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവന്മാർ വ്രതം അനുഷ്ഠിച്ചു. പ്രഥമ ദിവസം അതിരാവിലെ ഉറക്കമുണർന്ന് സ്നാനം ചെയ്ത് ശുദ്ധമായ പാത്രത്തിൽ ഗംഗാജലം നിറച്ച് സ്കന്ദദേവ അക്ഷതകൾ ചേർത്ത് മാവിലകൾ നിറച്ച് വിധിപ്രകാരം ദർഭ വിരിച്ച് പാത്രം സ്ഥാപിച്ച് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് മുരുകദേവനെ ആവാഹിച്ച് ആഗമവിധിപ്രകാരം തിരുമഞ്ജനാദി ധൂപങ്ങളോടുകൂടി ഷോഡശോപചാരങ്ങളോടെ പൂജയും വഴിപാടുകളും ചെയ്ത് പകലുറക്കവും രാത്രി ഉറക്കവും ഉപേക്ഷിച്ച് കൽക്കണ്ടം, തേൻ, തീനമാവ് എന്നിവ കൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങൾ 6 നേരങ്ങളിലും നിവേദിച്ച് വെറ്റില, പാക്ക്, ചന്ദനം, കർപ്പൂരം, ഭസ്മം, സുഗന്ധകുസുമങ്ങൾ മുതലായവ സമർപ്പിച്ച് ഭഗവാനെ പൂജിച്ച് സ്കന്ദപുരാണം പാരായണം ചെയ്ത് ഒരു കൈ നിറയെ തീർത്ഥം മാത്രം സേവിച്ച് ദേവന്മാർ ഉപവാസം അനുഷ്ഠിച്ചു. ഇപ്രകാരം സ്കന്ദഷഷ്ഠി വ്രതം ഏകാഗ്രചിത്തത്തോടെ അനുഷ്ഠിച്ച് 7-ാം ദിവസം യഥോചിതം മയിൽ വാഹനനായ സ്കന്ദദേവനെ പൂജിച്ച് അതിഥികളെ സൽക്കരിച്ച് അവരോടൊപ്പം പാരണ വീടി വർഷങ്ങളോളം അവർ സ്കന്ദഷഷ്ഠി വ്രതം അനുഷ്ഠിച്ചു. ദേവന്മാരുടെ വ്രതാനുഷ്ഠാനങ്ങളിൽ സംപ്രീതനായ അറുമുഖദേവൻ അവർക്ക് ദർശനം നൽകി അവരെ അനുഗ്രഹിച്ചു. വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം വളരെ കാലം മുചുകുന്ദ ചക്രവർത്തി സ്കന്ദഷഷ്ഠി വ്രതവും ത്രികാർത്തിക വ്രതവും അനുഷ്ഠിച്ചു. മുചുകുന്ദ ചക്രവർത്തിയുടെ ഏകാഗ്രചിത്തത്തോടു കൂടിയുള്ള വ്രതാനുഷ്ഠാനങ്ങളിൽ പ്രസന്നനായ മുരുകസ്വാമി പരിവാര സമേതനായി മയിൽ വാഹനാരൂഢനായി മുചുകുന്ദന് പ്രത്യക്ഷപ്പെടുകയും ലോകം മുഴുവനും ഒരു കുടക്കീഴിൽ ഭരണം നടത്തുന്നതിന് അനുഗ്രഹിക്കുകയും വീരബാഹു മുതലായ നവവീരന്മാരെ മുചുകുന്ദനെ സഹായിക്കുന്നതിനായി നിയോഗിക്കുകയും ചെയ്തു. ഇപ്രകാരം മുചുകുന്ദ ചക്രവർത്തി രാജ്യഭാരം നടത്തുന്ന കാലത്ത് വലാസുരൻ എന്ന രാക്ഷസൻ ചതുരംഗ സേനകളോടുകൂടി ദേവലോകത്തെ ആക്രമിച്ചു. ഇന്ദ്രാദി ദേവന്മാർ അസുരപ്പടകളുമായി കഠിനമായി യുദ്ധം ചെയ്തു എങ്കിലും ഇന്ദ്രനൊഴികെ മറ്റുള്ള എല്ലാ ദേവന്മാരും യുദ്ധത്തിൽ തന്നെ മരണപ്പെട്ടു. ഏകനായ ഇന്ദ്രൻ മുചുകുന്ദ ചക്രവർത്തിയുടെ സഹായം ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ചക്രവർത്തി ചതുരംഗ സേനകളുമൊത്ത് ദേവലോകം പ്രാപിച്ച് വലാസുരനുമായി യുദ്ധം ചെയ്ത് അവനെ വധിച്ചു. അതോടുകൂടി മുചുകുന്ദ ചക്രവർത്തിക്ക് വലാരി എന്ന നാമവും സിദ്ധിച്ചു. യുദ്ധത്തിൽ തന്നെ സഹായിച്ച മുചുകുന്ദനെ ഇന്ദ്രൻ വേണ്ട വിധം സൽക്കരിച്ചു. ഇന്ദ്രന്റെ പൂജാമുറി സന്ദർശിച്ച മുചുകുന്ദൻ ഇന്ദ്രൻ പൂജിക്കുന്ന സോമസ്കന്ധനായ ശ്രീ ത്യാഗരാജ സ്വാമിയെ കണ്ട് പരവശനായി സ്തുതിച്ചു.
ആ പൂജാവിഗ്രഹം ശ്രീഹരി ഇന്ദ്രനു നൽകി അനുഗ്രഹിച്ചതാണ്. ആ ദിവ്യരൂപം ഭൂലോകത്തിൽ കൊണ്ടുചെന്ന് പൂജ ചെയ്യുവാൻ ആഗ്രഹിച്ച മുചുകുന്ദൻ ആ സോമസ്കന്ധ ത്യാഗരാജ രൂപം ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. ഈ പുണ്യവിഗ്രഹം തനിക്ക് മഹാവിഷ്ണു നൽകിയതാണെന്നും മഹാവിഷ്ണു സമ്മതിക്കുകയാണെങ്കിൽ തനിക്കും സമ്മതമാണ് എന്ന് ഇന്ദ്രൻ മുചുകുന്ദനോട് പറഞ്ഞു. ശ്രീപതിയെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ച മുചുകുന്ദൻ വിഗ്രഹം തനിക്കു നൽകി അരുളുവാൻ ഭഗവാനോട് അഭ്യർത്ഥിച്ചു. ദേവേന്ദ്രനോട് വിഗ്രഹം വാങ്ങിക്കൊള്ളുവാൻ ഹരിനാരായണൻ മുചുകുന്ദന് അനുമതി നൽകി. എങ്കിലും താൻ പൂജിക്കുന്ന വിഗ്രഹം നൽകുവാൻ സുരപതിക്ക് മനസ്സുണ്ടായില്ല. അതുകൊണ്ട് ഒരേ മാതൃകയിലുള്ള 6 വിഗ്രഹങ്ങൾ സൃഷ്ടിച്ച ഇന്ദ്രൻ അവയിലൊന്ന് മുചുകുന്ദന് നൽകി. താൻ ആദ്യം കണ്ട വിഗ്രഹമല്ല ഇന്ദ്രൻ തനിക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കിയ മുചുകുന്ദൻ ഇന്ദ്രനോട് സാക്ഷാൽ വിഗ്രഹം തന്നെ നൽകണം എന്ന് നിർബന്ധിച്ചു. മറ്റു വഴികളില്ലാതെ ഇന്ദ്രൻ 7 വിഗ്രഹങ്ങളും മുചുകുന്ദന് നൽകി അനുഗ്രഹിച്ചു. വിഗ്രഹങ്ങളുമായി ഭൂലോകത്തെ പ്രാപിച്ച മുചുകുന്ദൻ ശ്രീഹരി പൂജിച്ച മൂർത്തിയെ തിരുവാവൂർ എന്ന സ്ഥലത്തും മറ്റുള്ള മൂർത്തികളെ തിരുനാഗക്കാരോണം, തിരുനള്ളാറ്, തിരുക്കാറായിൽ, തിരുക്കോളരിയൂർ, തിരുവാൻമിയൂർ, തിരുമറക്കാട് എന്നീ സ്ഥലങ്ങളിൽ ഒരേ ദിവസം പ്രതിഷ്ഠിച്ച് വേദാചാര വിധി പ്രകാരം പൂജാകർമ്മങ്ങൾ നടത്തിച്ചു. വളരെ കാലം രാജ്യഭാരം നടത്തിയ മുചുകുന്ദൻ തൻ്റെ പുത്രന് പട്ടാഭിഷേകം നടത്തി രാജ്യ ചുമതലകൾ നൽകിയതിനു ശേഷം തപസ്സനുഷ്ഠിച്ച് മുക്തി പ്രാപിച്ച് സ്കന്ദ തൃപ്പാദങ്ങളിൽ ശരണം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് സ്കന്ദ വ്രത മഹാത്മ്യം. ഇത് കേട്ട് ഇത് മനസ്സിലാക്കി നാളത്തെ ദിവസം നിങ്ങളെല്ലാവരും വ്രതമെടുത്ത് പ്രാർത്ഥിക്കണം. മഹാസ്കന്ദഷഷ്ഠി ദിവസം, അതായത് നാളെ, ഈ നാമം കഴിയുമെങ്കിൽ 6 തവണ വെച്ച് 6 നേരം പ്രാർത്ഥിക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ 2 നേരം 36 തവണ വെച്ച്, ഒരു നേരം 36, അടുത്ത തവണ 36, അങ്ങനെയെങ്കിലും ജപിക്കാനായി ശ്രദ്ധിക്കുക. നാമം ഇതാണ്: ഉരുവായ് അരുവായ്, ഉളതായ് ഇളതായ്, മരുവായ് മലരായ്, മണിയായ് ഒളിയായ്, കരുവായ് ഉയിരായ്, ഗതിയായ് വിധിയായ്, ഗുരുവായ് വരുവായ്, അരുൾവായ് ഗുഹനേ. ഗുഹൻ എന്നത് മുരുകൻ്റെ മറ്റൊരു പേരാണ്. അർത്ഥം ഇങ്ങനെയാണ്: അല്ലയോ മുരുക, നീയാണ് രൂപമില്ലാത്തവനും, നീയാണ് എല്ലാം, നീയല്ലാതെ ഒന്നുമില്ല. നീ പൂവാണ്, നീയാണ് ശബ്ദം, നീയാണ് വെളിച്ചം, നീ തന്നെയാണ് ഭ്രൂണം, നീയാണ് ജീവൻ, നീയാണ് ഏറ്റവും ചെറിയവൻ, നീയാണ് വിധി. ഒരു ഗുരു എന്ന നിലയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് എല്ലാം സർവേശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള സർവേശ്വരൻ ഒരു ഗുരുവായി നിന്നുകൊണ്ട്, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമുക്കെല്ലാം പറഞ്ഞു തരുന്ന, നമ്മളെ നേർവഴി കാണിച്ചു നടത്തുന്ന അങ്ങനെയുള്ള ഒരു ഗുരുവായി നിന്നുകൊണ്ട് നമ്മളെ ആ നിലയിൽ നമ്മളെ അനുഗ്രഹിക്കണം, നമ്മളെ നേർവഴി നടത്തണം. അതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മുടെ വഴി തെറ്റിപ്പോകുമ്പോഴാണ്. നമ്മൾ പറയും, നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് കുടുംബപരമായ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ പറയും. എന്തുകൊണ്ടാണ് നമുക്കിതൊക്കെ ഉണ്ടാകുന്നത്?
നമ്മൾ സ്വീകരിച്ച പല വഴികളും അത് തെറ്റിപ്പോയി. നമ്മളുടെ പല തീരുമാനങ്ങളും തെറ്റിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സർവേശ്വരനായ ഭഗവാൻ നമ്മളെ എപ്പോഴും നേർവഴി കാണിച്ചു തരണം. അങ്ങനെ നേർവഴി നമുക്ക് കാണിച്ചു തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഈശ്വരൻ്റെ കൂടെ ചേർന്ന് നടക്കണം. എപ്പോഴും നാമം ജപിക്കണം. നാമം ജപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് ഒരു തെളിമയുണ്ടാകും. എപ്പോഴും ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം, അത് നമ്മുടെ ബുദ്ധി തെളിയും, നമ്മുടെ ചിന്തകൾ നേർവഴിക്കുള്ളതാകും. പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്, ക്ഷേത്രത്തിൽ വന്നിരുന്ന് നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ കണ്ടുകൊണ്ട് അവരോട് മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്ന ആളുകളെ. ഒന്നുകിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ കുറ്റങ്ങളും കുറവുകളുമായിരിക്കും പറയുന്നത്, അതല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളുടെയോ മറ്റ് സുഹൃത്തുക്കളുടെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിനകത്ത് പൂജ നടക്കുന്നു, മാറിയിരുന്ന് ഇതുപോലുള്ള വിശേഷങ്ങൾ പറയുന്നു. അവിടെ ശരിയായ പ്രാർത്ഥന നമുക്ക് ഉണ്ടാകുന്നില്ല. ആ സമയത്ത് മറ്റുള്ളവരുടെ വിശേഷങ്ങൾ ചോദിക്കുകയോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുകയോ ചെയ്യാതെ നല്ല വിശേഷങ്ങൾ ചോദിക്കാം, നല്ല കാര്യങ്ങൾ കേൾക്കാം, നല്ല കാര്യങ്ങളിൽ സന്തോഷം കൊള്ളാം, അവർക്ക് നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ ഒരാളുടെ പോലും ചീത്ത കാര്യങ്ങൾ, അവരെപ്പറ്റി മോശം പറയുകയോ അവരുടെ മോശം കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാതെ നാമം ജപിച്ച് എപ്പോഴും സർവേശ്വരൻ്റെ കഥകൾ കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് നേർബുദ്ധി കാണിച്ചു തരും. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടാക്കി തരും. അങ്ങനെ ശരിയായ വഴികളിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. സർവേശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാനും ഷഷ്ടിവ്രതം എടുക്കുന്നു, ഞാനും ഏകാദശി വ്രതം എടുക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി 4 നേരം അമ്പലത്തിൽ പോയതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ മറ്റുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഉറക്കെ നാമം ജപിച്ചതുകൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല. ചില ആളുകളെ കണ്ടിട്ടുണ്ടോ, വീട്ടിൽ പ്രായമായി മരുമക്കളെയും കൊച്ചുമക്കളെയുമൊക്കെ കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് അവർക്ക് പീരീഡ്സായി, അതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ മനപ്രയാസം, അവരുടെ മനസ്സിൽ പ്രയാസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അമ്പലത്തിൽ പോയിരുന്ന് നാമം ജപിച്ചാൽ ഭഗവാൻ ആരുടെ കൂടെ ഇരിക്കും? നിങ്ങളുടെ കൂടെ ഇരിക്കുമോ? അതോ വീട്ടിലിരുന്ന് വിഷമിക്കുന്ന അവരുടെ കൂടെ ഇരിക്കുമോ? അക്കാര്യമൊക്കെ ഒന്ന് പ്രത്യേകമായി ചിന്തിക്കുക. ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിൽ വന്നിരുന്ന് അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ കൂടി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളാരും അങ്ങനെ ചെയ്യരുത്. എന്നും ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ക്ഷേത്രത്തിൽ പോയി കുറച്ച് സമയമേ ഇരുന്നുള്ളൂ എങ്കിലും ആ സമയത്ത് മുഴുവനും നാമം ജപിച്ചിരിക്കുക. ഭഗവാന്റെ പൂജകളൊക്കെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കണ്ട് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ആ തിരുരൂപം അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആലിൻ്റെ ചുവട്ടിലിരുന്ന് നാമം ജപിക്കുക. നേർവഴി കാണിച്ചു തരണമെന്നും ഭക്തി ഉണ്ടാകണമെന്നും നമ്മുടെ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാകണമെന്നും നമുക്ക് നേർവഴി കാണിച്ചു തരണമെന്നും നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കുമൊക്കെ ഐശ്വര്യമുണ്ടാകണമെന്നും അവർക്ക് നന്മയുണ്ടാകണമെന്നും പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായാൽ ആ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ശക്തി കൂടി നമുക്ക് നൽകണമെന്നും ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നും ഭഗവാന്റെ കൂടെ എപ്പോഴും നടക്കാൻ ഭഗവാൻ നമ്മളെ അനുവദിക്കണമെന്നും പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ഭഗവാൻ കൂടി മനസ്സ് വെക്കണം, ഇവൾ എൻ്റെ കൂടെ പോന്നോട്ടെ എന്ന്. അപ്പം അതിനുള്ള അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സർവേശ്വര ഭക്തി നൽകണമേ എന്ന് പറയുക. ഭഗവാനെ സ്നേഹിക്കുക, വിശ്വസിക്കുക. ഏത് ആപത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക.
എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് എഴുന്നേറ്റ് നടക്കുന്നതിനായിട്ട് ഭഗവാന്റെ ഒരു കരം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കർമ്മദോഷങ്ങളാണെന്നും ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ഉണ്ടാകുമെന്നും ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക.